ആനന്ദിന്റെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ വന്നതായും പരാതിയുണ്ട്. ആനന്ദിന്റെ മരണത്തിൽ ബ്ലേഡ് മാഫിയയ്ക്കും ആനന്ദ് ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയ്ക്കും ഓൺലൈൻ ലോൺ ആപ്പ് സംഘത്തിനും പങ്കുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. ഈ 2 മാസം ഒരു കടയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 1 വർഷം കൊണ്ട് 1-2 വർഷം കൊണ്ട് ടയർ കടയിൽ പോകുന്നു. ഈ ടയർ കടയിൽ അമ്മമാരായിട്ട് ചെറിയ വിഷയമായി. അത് വന്ന് 1-ാം തീയതിയിലാണ് ചെല്ലാൻ പറഞ്ഞു. ഈ മാസം 1-ാം തീയതിയിലാണ്. അപ്പോൾ ഞാൻ മക്കളെ പോകണ്ട, നമുക്ക് ഞാൻ എന്തായാലും സെറ്റാക്കി തരാം എന്ന് പറഞ്ഞാൽ 1-ാം തീയതിയിലന്ന് ഞായറാഴ്ചയാണ്. അന്ന് പോകാൻ പറ്റിയില്ല. തിങ്കളാഴ്ച തൊട്ട് പോകണം. 4-ാം തീയതിയിലാണ് ഈ സംഭവം. ഇവൻ അമ്മ കടയിൽ നിന്നിട്ട് ഒന്ന് പോകുമ്പോഴത്തെ ഈ ഇവൻ കണ്ട് ഇവൻ്റെ മൈൻഡ് ഇല്ല. പക്ഷേ ഇവൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ തട്ടിപ്പൊന്നും ഇതുണ്ട് സംഘം. അപ്പോൾ അതിൽ ഞാൻ വന്ന് മക്കളെ എത്ര രൂപ കടം ഉണ്ടാവും? 1 ലക്ഷം രൂപ. ഞാൻ കഴിഞ്ഞ മാസം 1 ലക്ഷം രൂപ മുത്തൂറ്റിയിൽ നിന്ന് പണയം എടുത്ത് ആ പൈസ കൊടുത്തു. ഇവ ഈ പൈസ ആ കഴിച്ചെന്ന എന്താണ് എൻ്റെ മൂവിൽ ഇതുണ്ടാണ്, ആ മൂവിൽ ഉണ്ട്, ചേട്ടൻ്റെ ഉണ്ട്. എത്ര ആൾക്ക് അയച്ചെന്നോ അത് ഒരുപാട് ആൾക്കാർ പൈസ മാറ്റി എൻ്റെ പേരും വന്ന് മാറ്റി ഇവ ഈ പൈസ കംപ്ലീറ്റും തട്ടിപ്പിടിപ്പോയി. പിന്നെ ഈ കടയിലെ പയ്യന്മാർ, അതിൽ മൂത്ത പയ്യൻ അവൻ ഇവനെ ഒരു ദിവസം തള്ളുകളി. ഇപ്പം 2 മാസം ഞാൻ അവിടെ നീ കുഴപ്പമില്ല, നീ പോണ്ടെന്ന് പറഞ്ഞ അവൻ വീണ്ടും ആ കടയിൽ എത്തി. അത് സഹിക്കാൻ പറ്റില്ല. ആ കോട്ട് എന്തായാലും പിയ്യൻ്റെ 3-ൻ്റെ അന്ന് വീണ്ടും സംഭവിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ ചേരുന്ന വിവരങ്ങളുമായി. സാരംഗ്, ഈ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് ഒരു കുടുംബം തന്നെ ഒന്നടങ്കം ജീവനൊടുക്കിയിട്ടുള്ള നാടാണിത്. പലപ്പോഴും പല മുന്നറിയിപ്പുകളും നമ്മൾ മാധ്യമങ്ങൾ കൊടുക്കാറുണ്ട്, സർക്കാർ ആഭ്യന്തര വകുപ്പൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ വീണ്ടും ഇതുപോലുള്ള ചതികളിൽ ആളുകൾ ചെന്ന് വീഴുന്നു. പിന്നീട് ഭീഷണി, നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു, അത് പ്രചരിപ്പിക്കുന്നു. ആനന്ദിൻ്റെ ആത്മഹത്യക്ക് കാരണവും ലോൺ ആപ്പിൻ്റെ ഭീഷണി എന്ന് തന്നെയാണോ